Okay, start ചെയ്യാം നമുക്ക്. All of you take your textbook. പാഠ് 3 एक की मात्रा. അല്ലേ? ഇറിന്റെ ചിഹ്നം ചേർത്തുള്ള വാക്കുകളൊക്കെ നമ്മൾ രണ്ടാം പാഠത്തിൽ പഠിച്ചു. ഇനി ഇറ് കഴിഞ്ഞ അടുത്ത അക്ഷരം ഏതാ? എ. എന്റെ എ സ്വരാക്ഷരമാണ്. അതിനൊരു ചിഹ്നം ഉണ്ട് അല്ലേ? ആ ചിഹ്നം ചേർത്തിട്ടുള്ള വാക്കുകളും സെന്റൻസുകളും ഒക്കെയാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത് ഈ പാഠത്തില്. ടെക്സ്റ്റ് ബുക്ക് ശ്രദ്ധിച്ചേ. ഇവിടെ നോക്കിക്കോ. ഏക്ക് മാത്ര ബ്രാക്കറ്റില് ചിഹ്നം കൊടുത്തിട്ടുണ്ട് അല്ലേ? എന്ത് ചിഹ്നമാ? ഒരു ചെരിഞ്ഞൊരു വരയാണ്. നിങ്ങൾ എല്ലാവരും എഴുതുമ്പോൾ ശ്രദ്ധിക്കണം. അത് ഈന്റെ ചിഹ്നം പോലെ ഒന്നും വരച്ചു വെക്കരുത്. വളഞ്ഞ വര എന്ന് പറഞ്ഞിട്ട് ഈന്റെ ചിഹ്നം പോലെയാണ് ചിലവർ എഴുതുന്നത്. അങ്ങനെയൊന്നും ചെയ്യരുത്. ഒരു ചെരിഞ്ഞിട്ടൊരു വരയാണ്. വൺ എഴുതുന്നത് നമ്മളൊരു ചെരിച്ചൊന്ന് വരച്ചാൽ മതി. ഓക്കെ. ഏക്ക് മാത്ര എങ്ങനെയാന്ന് ബ്രാക്കറ്റിൽ ആ ചിഹ്നവും കൊടുത്തിട്ടുണ്ട്. സിമ്പൽ ഓഫ് എ. നോക്കിക്കോ ഏതൊക്കെയാ? ഫസ്റ്റ് സേബ്. സേബ് മീൻസ് ആപ്പിൾ. Can you hear me? Yes, okay. സേബ് മീൻസ് ആപ്പിൾ. നെക്സ്റ്റ് കണ്ടോ സേബ് എന്ന് വന്നപ്പോ അവിടെ ചിഹ്നം ശ്രദ്ധിച്ചോ നിങ്ങള്? 2 ലെറ്റേഴ്സ് വരുന്നുണ്ട്. ഏതൊക്കെയാ? സായും ബായും അവിടെ വന്നിട്ടുണ്ട്. സായിക്ക് എന്റെ ചിഹ്നം കൊടുത്തപ്പോ സേ ആയി അല്ലേ? അല്ലേ എഡ്വിൻ? മുഹമ്മദ് സാഹിൽ, നിദ, ഫാത്തിമ, സിദ്ധ, ആർദ്ര, പ്രജിത്ത് ഇവരൊക്കെ വീഡിയോ ഓൺ ചെയ്യ. കാണുന്നില്ല നിങ്ങളെ? സേബ്. നെക്സ്റ്റ് ജേബ്, പേട്, മേക്ക്. എല്ലായിടത്തും എന്താ? എന്റെ ചിഹ്നമാണ്. ലിസൺ ഹിയർ. നിങ്ങൾ ക്ലാസ് 11:30 ക്ലാസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ 25 ആവുമ്പോൾ തന്നെ റെഡി ആയിട്ടിരിക്കണം. നിങ്ങൾ ഇപ്പോഴാണ് റെഡി ആവുന്നത്. ക്ലാസ് തുടങ്ങിയതിനു ശേഷമാണ് നിങ്ങൾ ഓരോരുത്തർ റെഡി ആവുന്നത്. അങ്ങനെയായി എങ്ങനെയാ ക്ലാസ് എടുക്കുക? 5 മിനിറ്റ് മുമ്പേ നിങ്ങൾ റെഡി ആയിട്ട് വന്നിരിക്കണം. ഓക്കെ. ലിസൺ. ഏതൊക്കെ വാക്കുകളാ? സേബ് വായിച്ചോ. സേബ്, ജേബ്, പേട്, മേക്ക് അല്ലേ? ഷാൻ. ഓക്കെ. വായിച്ചേ. സേബ്, സേബ് ആപ്പിൾ. ജേബ് 4 വേർഡ്സും വായിക്കേ ഷാൻ. ആ 4 വേർഡ്സും വായിച്ചേ. സേബ് കഴിഞ്ഞ അടുത്ത വാക്കെന്താ? ജേബ്. ഷാൻ. സേബ്. പോക്കറ്റ്. ഹിന്ദി വേർഡ് മാത്രം വായിക്കിപ്പോ. ജേബ്, ജേബ്, പോക്കറ്റ്. പേട്, ട്രീ. ട്രീ. പേടെന്ന് വായിക്കേ. നമുക്കിവിടെ ഹിന്ദി വേർഡ് ആവശ്യം. പേട്. പേട്. ട്രീ. മേക്ക്. നെക്സ്റ്റ് മേക്ക്. മേക്ക്. ഓക്കെ. ഓക്കെ. ഇതെങ്ങനെയാ വായിക്കണ്ടേ ഒന്നുകൂടെ പറഞ്ഞു തരാം. ഒന്നുകൂടെ ശ്രദ്ധിക്കൂ ബുക്കില്. സേബ്, ജേബ്, പേട്, മേക്ക്. ഇതിന്റെ ഇംഗ്ലീഷ് വേർഡ് കൂടെ പഠിക്കണം. വൺസ് മോർ. സേബ് ആപ്പിൾ. All of you say loudly. Save apple. Jab pocket. Pad tree. Make cloud. Clouds. എന്താ? സേബ് എന്ന് പറഞ്ഞാൽ ആപ്പിള്. ജേബ് പോക്കറ്റ്. എന്താ പോക്കറ്റ്? കീശ. ഓക്കെ. പേഡ് മീൻസ് ട്രീ. നെക്സ്റ്റ് മേക്ക് മീൻസ് ക്ലൗഡ്. മേഘങ്ങൾ അല്ലെ? മേക്ക്. ഓക്കെ. ഇതാണ് എന്റെ ചിഹ്നം ചേർത്ത് ഇവിടെ പിക്ചർ കാണിച്ചു തന്നത് അല്ലേ?
നെക്സ്റ്റ് നോക്കിക്കോ, പഠോ ഔർ സമച്ചോ. നിങ്ങളുടെ മുമ്പില് 2 ലൈൻ കോപ്പി ഉണ്ടോ? ഓപ്പൺ യുവർ 2 ലൈൻ കോപ്പി, 2 ലൈൻ ബുക്ക്, ടേക്ക് യുവർ പെൻസിൽ. നിങ്ങളിപ്പം നോട്ട് ബുക്കിൽ എവിടം വരെ എഴുതിയത്? സിദ്ധാന്ത്, ബെനീറ്റ, ബെനീറ്റ, ബെനീറ്റ പ്ലീസ് അൺമ്യൂട്ട്. എവിടെ എത്തി നോട്ട് ബുക്കില്? അൺമ്യൂട്ട് ആയിട്ടില്ല. രണ്ടാം പാഠം. രണ്ടാം പാഠം എവിടം വരെ വായിക്ക്? രണ്ടാം പാഠത്തില് നമ്മള് ഏതാ എഴുതിയത്? വേർഡ്സ് എഴുതിയല്ലേ? ഗൃഹ് ഹൗസ് വരെയാണ് എഴുതിയത്. അതല്ല, അതെഴുതി. താഴത്തെ കുറെ വേർഡ്സ് എഴുതി, ഇറിന്റെ ചിഹ്നം ചേർത്തിട്ട് വേർഡ്സ് എഴുതി അല്ലേ? നെക്സ്റ്റ് നിങ്ങൾ രണ്ടാം പാഠത്തിൽ എല്ലാവരും നോട്ട് ബുക്ക് എടുത്ത്, ടെക്സ്റ്റ് ബുക്ക് ഓപ്പൺ ചെയ്ത് വെച്ചത് തന്നെയുണ്ട്. ടെക്സ്റ്റ് ബുക്കില് ഇന്ന് നമ്മൾ ക്ലാസ് വർക്ക് ചെയ്തില്ലേ? നീച്ചെ ദിയേ ഗയേ, ഇത് എന്താ? ഖേത്തുമേ കൃഷക് ഹൽ ചലായേഗ എന്ന് എഴുതിയില്ലേ? ഇത് ഖേത്തുമേ, ഇത് അത് നിങ്ങൾ നോട്ട് ബുക്കിലോട്ട് എഴുതണം. ടെക്സ്റ്റ് ബുക്കിൽ അടയാളപ്പെടുത്തി വെച്ചോ അവിടെ? ഇപ്പഴാ? അല്ല, പിന്നീട്. ഇപ്പൊ ചെയ്യേണ്ട കാര്യം പറയാം. എല്ലാവരും 2 ലൈൻ കോപ്പിയിൽ എഴുതുന്നത് എനിക്കിപ്പോ കാണണം. ആർദ്ര വീഡിയോ ഓൺ ചെയ്യ്. സന, സാമുവൽ പ്ലീസ് ഓൺ യുവർ വീഡിയോ. ഇത് നിങ്ങളെ അടയാളപ്പെടുത്തിയോ? ടെക്സ്റ്റ് ബുക്കിൽ അടയാളപ്പെടുത്തുക, മാർക്ക് ഇട്ട് വെക്കുക. ഇത് നോട്ട് ബുക്കിലോട്ട് എഴുതണം. അത് എഴുതുക. ലാസ്റ്റ് ഇത് കണ്ടോ? അക്ഷരം കോ ജോഡ്കർ ശബ്ദ ബനാവോ, ലാസ്റ്റ് വൺ. ഇത് നിങ്ങൾ കണ്ടുപിടിച്ച് നോട്ട് ബുക്കിൽ എഴുതണം. ഓക്കെ, ഇത് രണ്ടും നോട്ട് ബുക്കിലുള്ള വർക്കാ. അതപ്പോ ഇത് രണ്ടും കൂടെ ഒരു പേജ് മതി. ഒരു പേജ് മതിയാവും. നെക്സ്റ്റ് പേജ് എടുത്തേ. നോട്ട് ബുക്കിൽ അവിടെ എഴുതേണ്ടത് നെക്സ്റ്റ് പേജ് എടുത്തു. 2 ലൈൻ കോപ്പിയുടെ നെക്സ്റ്റ് പേജ് എടുത്തു. അവിടെ പാട് തീൻ എഴുത്. പാട് തീൻ. പാട് തീൻ. ഓക്കെ, എഴുതിക്കോ. എ കീ മാത്ര, റൈറ്റ്. എ കീ മാത്ര. ഹെഡിങ് എഴുത്. ഏഞ്ചൽ റോസ്, what is your problem? ക്ലിയർ ഇല്ലേ? മോളുടെ റേഞ്ച് പ്രോബ്ലം കേട്ടോ. ഓക്കെ, മോളുടെ റേഞ്ചിന്റെ പ്രശ്നം. ഓക്കെ, ബാക്കി എല്ലാവർക്കും കേൾക്കുന്നുണ്ട് കേട്ടോ. കേൾക്കുന്നില്ലേ ബെനീറ്റ, സിദ്ധാന്ത്, നിത? കേൾക്കുന്നില്ലേ? യെസ്, ഓക്കെ. ഓക്കെ, ജോയൽ. അപ്പം എ കീ മാത്ര എഴുതിയോ? എ കീ മാത്ര. ബ്രാക്കറ്റിൽ ആ ചിഹ്നം ഇട്ട് വെക്ക, എന്റെ ചിഹ്നം. എഴുതി. ഓക്കെ, നെക്സ്റ്റ് അതിന്റെ താഴെ സേബ്. സേബ്, സേബ്, ആപ്പിൾ. എഴുതിക്കോ. സേബ് എന്ന് എഴുതുക, ഹൈഫൺ ഇടുക, ആപ്പിൾ. നെക്സ്റ്റ് ജേബ്, പോക്കറ്റ്. ജേബ്, പോക്കറ്റ്. തേർഡ് വൺ പേഡ്, ട്രീ. ഫോർത്ത് വൺ
മേക്ക് ക്ലൗഡ്സ്. ഓക്കെ, കഴിഞ്ഞില്ലേ? മേക്ക് ക്ലൗഡ്. ക്ലോസ് യുവർ നോട്ട്ബുക്ക്. സാമുവൽ എഴുതിയോ? നോട്ട്ബുക്കിൽ എഴുതിയോ? ആർദ്ര പ്രജിത്ത്, പ്ലീസ് ഓൺ യുവർ വീഡിയോ. കാണുന്നില്ലല്ലോ ആർദ്രനെ. ഓക്കെ, ക്ലോസ് യുവർ നോട്ട്ബുക്ക്. ഓക്കെ, ഷോ മീ യുവർ നോട്ട്ബുക്ക്. ഫാത്തിമ ഷഹ്മ, ഓക്കെ ഓക്കെ, ഷോ മീ യുവർ നോട്ട്ബുക്ക്. 4 വേർഡ്സേ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ? എല്ലാവരും കാണട്ടെ, എഴുതി കാണട്ടെ. സാമുവൽ എഴുതിയോ? ടെക്സ്റ്റ് ബുക്ക് എടുത്തോ? നോട്ട് ബുക്ക് ഒക്കെ എടുക്ക്, എന്നിട്ട് എഴുത്. ഈ 4 വേർഡ്സ് ഇപ്പൊ എഴുതാൻ കൊടുത്തു, എഴുത്. ഓക്കെ, ഗുഡ്. ആദിത്യ കഴിഞ്ഞില്ലേ? ഓക്കെ, ബെനീറ്റ, എഡ്വിൻ. സാമുവൽ എഴുതുക. ഒരു പേജ് വിട്ടതിന് ശേഷം എഴുതണം കേട്ടോ. സെക്കൻഡ് പാഠത്തിലെ 2 വർക്ക് എഴുതാനുണ്ട് നോട്ട് ബുക്കില്. അതിനുശേഷം ഒരു പേജ് വിട്ടതിന് ശേഷമാണ് പാഠ 3 എഴുതുക, ഹെഡിങ് എഴുതുക, ഏക്കി മാത്ര എഴുതുക. അതിന്റെ താഴെ സേബ് ആപ്പിൾ താഴെ എഴുതുക. ജേബ് പോക്കറ്റ്, പേഡ് ട്രീ, മേക്ക് ക്ലൗഡ്, അങ്ങനെ എഴുതുക. ഓക്കെ, ക്ലോസ് യുവർ നോട്ട്ബുക്ക്. ക്ലോസ് ചെയ്തോ? ഓക്കെ ഷർമ, ഓക്കെ ഷാൻ, ഗുഡ് ഗുഡ്, വെരി ഗുഡ്. നോക്കിക്കോ ടെക്സ്റ്റ് ബുക്ക്. ടെക്സ്റ്റ് ബുക്കിൽ ശ്രദ്ധിച്ചേ, ഇതിന്റെ താഴെ കണ്ടോ പഠോ ഔർ സമച്ചോ. പഠോ ഔർ സമച്ചോ എന്താ പറയുന്നത്? വായിച്ച് മനസ്സിലാക്കാനാ പറയുന്നത്. വായിച്ചു പഠിക്കാൻ, വായിച്ചു പഠിക്കാനാ പറയുന്നത്. ശ്രദ്ധിച്ചോ? റേൽ വായിക്കണം, നിങ്ങൾ കൂടെ വായിക്കണം കേട്ടോ. ആദ്യത്തെ കേൾക്കാൻ പറ്റുന്നില്ലേ? യെസ്, ഒന്ന് വായിക്കണം കേട്ടോ. വായിച്ചോ? റേൽ, കേൽ, गेल, देश, 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 ठेला, अकेला, मेला, मेला, अकेला, अकेला എന്നല്ല മോനെ, അകേല കായാണ്. അകേല, अकेला, സവേര, സഹേലി, ജലേബി, കരേല, मेहनत, बसेरा, मेरा, उसके, कितने, मीठे, केले, बेटा, बेटी, मेज. मेज, मेज means മേശ, table. Okay, Adit, good. Okay, അപ്പം എല്ലാവരും ഈ വേർഡ്സ് വായിക്കണം. നിങ്ങൾക്ക് എന്താ ഈ വേർഡ്സ് കാണുമ്പോൾ മനസ്സിലാവുന്നത്? അവിടെയൊക്കെ എന്റെ ചിഹ്നങ്ങളാ അല്ലേ? അല്ലേ? അതെ, ഏക്ക് മാത്ര, എന്റെ ചിഹ്നങ്ങൾ അവിടെ. എന്താ സാഹിൽ, മുഹമ്മദ് സാഹിൽ, എന്ത് പറ്റി? നത്തിങ്. ഓക്കെ, ഒന്നിട്ട് വായിച്ചരാ. വേർഡ്സ് വായിച്ചു പഠിക്കാനാ പറയുന്നത്. റെയിൽ, റെയിൽ മീൻസ് എന്താ?
ജസ്റ്റ് ഒന്ന് ഇംഗ്ലീഷ് വേർഡ് പറഞ്ഞു പോകാം. നിങ്ങൾ ഇംഗ്ലീഷ് വേർഡ് ഒന്നും പഠിക്കാൻ നിൽക്കണ്ട. ഇപ്പൊ ഹിന്ദിയിൽ എന്റെ ചിഹ്നം ചേർത്തുള്ള കുറച്ച് വാക്കുകള് വായിച്ചു പഠിക്കാനാ പറയുന്നത് ഈ പാഠത്തില്. റെയിൻ മീൻസ് റെയിൽ ഗാഡി, എന്താ ട്രെയിൻ. ഖേൽ എന്ന് പറഞ്ഞാൽ കളിക്കുക. ദേശ് എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യം. തേല ഉന്തുവണ്ടി അല്ലെ. മേള എന്ന് പറഞ്ഞാല് ഉത്സവം. മേള എന്ന് പറഞ്ഞിട്ടില്ലേ നമ്മള്, അതൊക്കെ. അകേല തനിച്ച്. സവേര സവേര രാവിലെ. സഹേലി ഫീമെയിൽ ഫ്രണ്ട്. പിന്നെ ജലേബി മീൻസ് ജലേബി തന്നെ. കരേല കരയുടെ ഹിന്ദി വേർഡ് എന്താ? ഇംഗ്ലീഷ് കരേള പറഞ്ഞുതരാം. മേഘ്നത് ലേബർ, അതായത് തൊഴിലാളി. ബസേര അബോർഡ്. മേര എന്ന് പറഞ്ഞാല് എന്റെ. ഉസ്കെ പറഞ്ഞാൽ അവന്റെ, അതിന്റെ. കിത്തനെ എന്ന് പറഞ്ഞാൽ എത്ര. മീഠെ മധുരമുള്ള. കേലെ ബനാന. ബേട്ട സൺ. ബേട്ടി ഡോട്ടർ. മേജ് ടേബിൾ. നിങ്ങൾ അതൊന്നും നോക്കണം. ഇംഗ്ലീഷ് വേർഡ് ഒക്കെ നമുക്ക് പിന്നെ പഠിക്കാം. ഇപ്പൊ നിങ്ങൾ ജസ്റ്റ് വായിക്കാൻ പഠിക്കുക കേട്ടോ. എന്റെ ചിഹ്നങ്ങൾ ചേർത്തിട്ടുള്ള വാക്കുകൾ ഒന്നുകൂടെ വായിച്ച എല്ലാവരും. ഒരാളെ ഞാൻ അൺമ്യൂട്ട് ചെയ്യാം. എല്ലാവരും അവിടെ നിന്ന് ഉറക്കെ വായിക്കണം കേട്ടോ. ഓക്കെ, വായിച്ചോ. സേബ് സേബ് ജേബ് ജേബ് പേട് പേട് മേഘ്. മേഘ്. എഡ്വിൻ വായിക്കുന്നുണ്ടോ? എല്ലാവരോടും വായിക്കാനാ പറഞ്ഞത്, എല്ലാവരോടും. റെയിൽ റെയിൽ ഖേൽ ഖേൽ ദേശ് ദേശ് തേല തേല മേള മേള അകേല അകേല സവേര മേല സഹേലി ജലേബി 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 കരേല കലേല സോറി കരേല 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 മെഹ്നത് മേഘ്നത് ബസേര ബസേര മേര മേര ഉസ്കെ के कितने कितने मीठे मीठे केले केले बेटा बैठा बेटी बेटी मेज. मेज. ജായിന്റെ അടിയിൽ ഒരു കുത്ത് കണ്ടോ, ഒരു ഡോട്ട് കണ്ടോ നിങ്ങൾ എല്ലാവരും? ജായിന്റെ താഴെ അതെങ്ങനെയാ വായിക്കുന്നേ? മേസ് എന്നുള്ളൊരു ഇതാ വരുന്നേ. മേസ്. നിങ്ങൾ മേജ് എന്ന് വായിച്ചാൽ മേസ്, മേശ. അതാണത്. ഓക്കെ, ഇതാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. ഏകി മാത്ര. ഒന്നുകൂടെ വായിച്ചുതരാം. സേബ് ആപ്പിൾ, ജേബ് പോക്കറ്റ്, പേഡ് ട്രീ, മേക്ക് ക്ലൗഡ്. എന്താ ചെയ്യണ്ടേ? ഇപ്പൊ നമ്മള് നോട്ട് ബുക്കിലോട്ട് എഴുതിയല്ലേ, ക്ലാസ് വർക്ക് എഴുതി. എന്താ ഡേറ്റ് ഇടണം കേട്ടോ. ഡേറ്റ് ഇടണം സൈഡില്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ നോട്ട് ബുക്കിലോട്ട് അതിന്റെ താഴെ, അതാണ് നിങ്ങളുടെ വർക്ക് ഇന്ന്. രണ്ടാമത്തെ പാഠത്തില് 2 വർക്ക്സ് തന്നു അല്ലേ? തന്നു, അതിൽ എഴുതണം കേട്ടോ. 2 എഴുതണം. രണ്ടാമത്തെ ആ പ്ലസ് ചേർത്തിട്ടുള്ളതൊക്കെ നിങ്ങള് തെറ്റിയാലും കുഴപ്പമില്ല, മിസ് പറഞ്ഞു തരാം കേട്ടോ. എഴുതുക. ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യണോ? ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യണം. പോസ്റ്റ് ചെയ്യണം, ചെയ്യാൻ പറഞ്ഞ കാര്യമാണ് പോസ്റ്റ് ചെയ്യണം. നോക്കണ്ടേ എങ്ങനെയാ പിന്നെ മനസ്സിലാവുക? ടീച്ചർക്ക് നോക്കണമെങ്കിൽ പോസ്റ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നോക്കിക്കോ. അതിന്റെ നോട്ട് ബുക്കില് ഇപ്പൊ നമ്മളിപ്പോ മേഘ് വരെ എഴുതിയില്ലേ? സേബ് ജേബ് പേട് മേഘ് വരെ എഴുതി. അതിന്റെ താഴെയായിട്ട് ഈ വാക്കുകളൊക്കെ എഴുതണം. ഏതാ? റെയിൽ ഖേൽ ദേശ് ഠേല മേള മേജ് വരെ എഴുതണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എഴുതുക. പിന്നെ അതായത് 2 ലൈൻ വരച്ചിട്ട് എഴുതാം, 3 കോളത്തിലായിട്ട് എഴുതാം, എങ്ങനെ വേണമെങ്കിൽ എഴുതാം കേട്ടോ. ആ ഒരു പേജില് 20 വേർഡ്സാ ഉള്ളത്. അത് ഇങ്ങനെ തന്നെ എഴുതിയാലും കുഴപ്പമില്ല. 4 വാക്ക് വെച്ച് ലൈൻ വരച്ചിട്ട് എഴുതിയാലും കുഴപ്പമില്ല. എങ്ങനെ വേണമെങ്കിൽ എഴുതിക്കോ. നല്ല വൃത്തി ഉണ്ടാവണം നോട്ട് ബുക്ക് കേട്ടോ. ജൂലിയറ്റ് എന്താ മോളെ? മിസ്സേ, ഈ വർക്ക് എഴുതേണ്ടത് ഒരാള് എഴുതിയിട്ട് വിട്ടാ മതിയോ?
ഈ വർക്ക് എഴുതേണ്ടത് എല്ലാവരും കൂടെ അല്ല, ഒരാളല്ല മോളെ, എല്ലാവരും എഴുതണം. നിങ്ങളെല്ലാം തേർഡ് ക്ലാസ്സിലല്ലേ? ഒരാളെ കൊണ്ട് പറയിച്ച് എന്തിനാന്നറിയോ? നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിട്ട് മിസ് ഒരാളെ കൊണ്ട് പറയിച്ചതാ, ഒരു കുട്ടീനെ കൊണ്ട്. എല്ലാവരും ചെയ്യണം കേട്ടോ. ആ, ഒരു കുട്ടി മാത്രം പഠിച്ചാൽ മതി, എല്ലാവർക്കും പഠിക്കണ്ടേ? എല്ലാവരുടെയും കറക്റ്റ് ആണോ നോക്കണ്ടേ? അതുകൊണ്ട് എല്ലാവരും പോസ്റ്റ് ചെയ്യണം കേട്ടോ. അപ്പൊ ഈ വേർഡ്സും കൂടെ നോട്ട് ബുക്കിൽ എഴുതാൻ ടെക്സ്റ്റ് ബുക്കിന്റെ സൈഡിൽ എഴുതി വെക്കുക. റൈറ്റ് ഇൻ യുവർ നോട്ട്ബുക്ക്. ഓക്കെ, അപ്പൊ നോട്ട് ബുക്കിൽ എഴുതാൻ 3 കാര്യങ്ങളായി. സെക്കൻഡ് പാഠത്തിലെ 2 ഉണ്ട്, ഇതുണ്ട്. തേർഡ് പാഠത്തില് പഠോ ഔർ സമച്ചോ. ഇത് നെക്സ്റ്റ് നോക്കിയോ, ടെക്സ്റ്റ് ബുക്ക് ശ്രദ്ധിച്ചേ. പഠൻ അഭ്യാസ് എന്ന് കാണുന്നുണ്ട് അല്ലെ? പഠൻ അഭ്യാസ്. സന, മൻസൂർ, ഷഹ്മ വീഡിയോ ഓൺ ചെയ്യ്, കാണുന്നില്ല. ആർദ്ര, പ്രജിത്ത്, ആരാധ്യ, സോറി ആരാധ്യ, പ്രജിത്ത്. അവിടെ ശ്രദ്ധിച്ചേ, റെയിൽ ആയി കണ്ടോ? എന്താ ജെവിൻ? ടീച്ചർ, 2ാം പാഠത്തിന് ഏതൊക്കെ എഴുതേണ്ടത് അത് കിട്ടിയില്ലായിരുന്നു. ആണോ? 2ാം പാഠത്തിലത് നമ്മുടെ നീച്ചെ ദിയേ ഗയേ ശബ്ദോം സെ റിക്ത് സ്ഥാൻ ഭരോ എന്ന് കണ്ടില്ലേ? ഇത് ഖേത് മേ കൃഷക്. ഇത് നിങ്ങൾ ഫില്ല് ചെയ്തു, ക്ലാസ് വർക്ക് ചെയ്തു. ഇത് നിങ്ങൾ നോട്ട് ബുക്കിലോട്ട് പകർത്തി എഴുതണം. മനസ്സിലായോ? നെക്സ്റ്റ് ലാസ്റ്റ് വൺ, ഫിഫ്ത്ത് വണ്ണില് ഈ ചിഹ്നങ്ങള് അക്ഷരങ്ങളും ചേർത്ത് ഇവിടെ എഴുതണം. തന്നെ കണ്ടുപിടിച്ച് എഴുതണം. പറഞ്ഞു തന്നിട്ടുണ്ടല്ലേ, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നു. അത് നിങ്ങൾ തന്നെ എഴുതണം. ഓക്കെ, ഓക്കെ. നെക്സ്റ്റ് നോക്ക, താഴെ പഠനാഭ്യാസ്. ടീച്ചർ വായിച്ചുതരാം, വായിക്കണം ഒച്ചത്തിൽ കേട്ടോ. എന്താ ബെനീറ്റ? ബെനീറ്റ, where is ബെനീറ്റ? ആ, ഓക്കെ. എന്താ ബെനീറ്റ? ST എപ്പോഴാ ഇടുന്നേ? ആ, ST ഉണ്ടല്ലേ? ഇപ്പൊ ഇട്ട് തരാം. ഇത് വായിച്ചു കഴിഞ്ഞിട്ട് ST ഇടാം. മറന്നുപോയി മിസ്, ഓർമ്മിപ്പിക്കണ്ടേ? എഡ്വിൻ അവിടെ റെഡി ആയിട്ടിരിക്കും അല്ലെ ജൂലിയത്തെ? ഓക്കെ. ലാസ്റ്റ് വൺ ഒന്ന് പെട്ടെന്ന് വായിച്ചോ, എന്നിട്ട് ടെസ്റ്റ് ചെയ്തോ. നമുക്ക് റീഡിങ് എക്സസൈസ്, വായിക്കാനുള്ള പരിശീലനം പിന്നെയും വരുന്നത് അല്ലേ? വായിക്കാൻ വേണ്ടിട്ട് എല്ലാരും ശ്രദ്ധിച്ചേ, പെട്ടെന്ന് ടെസ്റ്റ് ചെയ്യണ്ടേ നമുക്ക്. റെയിൽ ആയി. ഒന്ന് വായിച്ച എല്ലാവരും. റെയിൽ ആയി. रेल आई, रीना अपनी सहेली के साथ उसमें चढ़ी. रेल चली गई. വായിക്കാൻ കിട്ടുന്നില്ല അല്ലെ? വായിക്കുന്ന ശ്രദ്ധിച്ച് വായിച്ചാണ്. റെയിൽ ആയി. അവിടെ ഫുൾ സ്റ്റോപ്പ് കണ്ടോ? ഒരു വര വരച്ച കണ്ടോ? അത് ഫുൾ സ്റ്റോപ്പാ, അവിടെ നിർത്തണം. അടുത്തത് റീന अपनी सहेली के साथ उसमें चढ़ी. ഫുൾ സ്റ്റോപ്പ് അല്ലേ? ഫുൾ സ്റ്റോപ്പ് എന്ന് പറയൊന്നും വേണ്ട, അവിടെ ഫുൾ സ്റ്റോപ്പ് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി ടീച്ചർ പറഞ്ഞതാണ്. ഒരു വര വരയ്ക്കുന്ന ഫുൾ സ്റ്റോപ്പ് ആണ് ഹിന്ദിയില്. റെയിൽ ചലി ഗയി. ദുകാൻ മേ കേലേ ഥേ. എന്താ പറയുന്നേ? ദൂക്കാൻ എന്ന് പറഞ്ഞ എന്താ? കട. കടയില് കേല, ബനാന ഉണ്ടായിരുന്നു എന്ന്. ആയ്, ഇപ്പൊ വിശക്കുന്നുണ്ട്, കിട്ടിയിരുന്നെങ്കിൽ അല്ലേ? ഇല്ലേ? നെക്സ്റ്റ് ഫുൾ സ്റ്റോപ്പ് കഴിഞ്ഞു. കുച്ച് കേലെ. വായിക്കുന്നുണ്ടോ? കുച്ച് കേലെ ठेले पर रखे थे. എന്താ? കുറച്ച് പഴം. നമ്മുടെ ടേല പറഞ്ഞെന്താ? ഉന്തുവണ്ടി അല്ലേ? അതിന്റെ മുകളിൽ ഉണ്ടെന്ന്. സവേര ഹുവാ
അബ് ഉഠാ. സോറി, അബ് ഉഠ്. ഉടാന്നുണ്ടോ അവിടെ? ഇല്ല, ഉഠ്. അബ് ഉഠ്. ഓക്കെ. ദാന്ത് സാഫ് കർ കേലെ സേബ് ഖാ. എന്താ പറയുന്നേരാ? നിങ്ങളോടാ പറഞ്ഞത്. എന്താ പറഞ്ഞേ? ദാന്ത് സാഫ് പല്ല് വൃത്തിയാക്കിയിട്ട് കേലയും സേബും കഴിക്കാം. എന്താ? കേല മീൻസ് ബനാന, സേബ് മീൻസ് ആപ്പിൾ അല്ലേ? അതെ. നിങ്ങളോട് പറയാ, പല്ല് തേച്ചതിന് ശേഷം, പല്ല് വൃത്തിയാക്കിയതിന് ശേഷം മാത്രം ആപ്പിളും ബനാനയും കഴിക്കാൻ. എഡ്വിനോടാണോ പറയുന്നത്? എഡ്വിന് നാണം വന്നു. എഡ്വിനോടല്ല കേട്ടോ, എല്ലാരോടും പറഞ്ഞതാ അല്ലെ. നമുക്ക് രാവിലെ വിശക്കുമ്പോ പല്ലൊന്നും തേക്കണ്ട, പെട്ടെന്ന് കഴിക്കാന്ന് പറയും. നമ്മൾ അങ്ങനത്തെ കുട്ടികളല്ലല്ലോ അല്ലെ. ഇവിടെ പറയാ ദാന്ത് സാഫ്. ദാന്ത് മീൻസ് ടീത്ത് അല്ലെ? പല്ല് വൃത്തിയാക്കിയതിന് ശേഷം കേലയും, കേല മീൻസ് ബനാന, സേബ് ആപ്പിൾ, ആപ്പിളും കഴിക്കൂ. പിന്നെന്താ? മേഹനത്ത് കർ. ഉളപ്പിസേ മേഹനത്ത് കർ ആകെ ബഡ്. ഓക്കെ. മേഹനത്ത് കർ. തോഷിൻ വായിക്കേ. മേഹനത്ത് കർ ആകെ ബഡ്. ഓക്കെ, കഴിഞ്ഞു. All of you take your Hindi notebook back page. Right. Take fast. 9 മിനിറ്റേ ഉള്ളൂ നമുക്ക്. Take fast. ഹിന്ദി നോട്ട്ബുക്കിന്റെ ബാക്ക് പേജ്. Okay. Are you ready? Only 9 minutes. Okay. Okay, എഴുതിക്കോ. വൃക്ഷ്. വൃക്ഷ നോക്കി എഴുതരുത്. നോക്കി എഴുതാൻ കണ്ട ശരിക്കും മനസ്സിലാവും ടീച്ചർക്ക്. ഞാൻ കാണുന്നുണ്ട്. വൃക്ഷ്. അമ്മേനെ കാണിച്ചു കൊടുക്കണ്ട കേട്ടോ. വൃക്ഷ്. ഓക്കെ. നെക്സ്റ്റ് നൃപ്. ടെക്സ്റ്റ് ബുക്ക് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടാണോ ഉള്ളത്? നമ്മുടെ കള്ള. നൃപ്. ഓക്കെ. ഋഷി. എഡ്വിൻ ഇപ്പൊ ചോദിക്കും ടീച്ചറെ രണ്ടാമത്തെ എന്നാന്ന്. ഋഷി എഴുതിയോ എഡ്വിനെ? ഓക്കെ. ഗൃഹ്. ഗൃഹ്. എല്ലാത്തിനും ഇറിന്റെ ചിഹ്നം മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല അവിടെ. ഏതൊക്കെയാ പറഞ്ഞ? വൃക്ഷ്, നൃപ്, ഋഷി, ഗൃഹ്. ഒരു വാക്കും കൂടെ പറയട്ടെ, എങ്കില് 5 വേർഡ്സ് ആവുള്ളൂ. ഒന്നുകൂടെ പറയട്ടെ. എഴുതിക്കോ. മൃഗ്. മൃഗ്. ഫൈവ് വേർഡ്സ് ആയില്ലേ? ഇപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഈ വേർഡ്സ് ഒക്കെ ക്ലോസ് ചെയ്തോ. നോട്ട്ബുക്ക് ക്ലോസ് ചെയ്യാം. അമ്മയോട് അത് നോക്കി കറക്റ്റ് ചെയ്തിട്ട് ഇപ്പൊ തന്നെ ടീച്ചറിന്റെ പ്രൈവറ്റ് വാട്സപ്പിലോട്ട് സെൻഡ് ചെയ്യണം. ഇപ്പൊ തന്നെ. ഇനി മായ്ക്കാനൊന്നും നേരമില്ല. എന്താ ബെനീറ്റ? ബെനീറ്റ പേഴ്സണലാ? അതെ അതെ, പേഴ്സണൽ വാട്സാപ്പിലോട്ട് മെസ്സേജ് സെൻഡ് ചെയ്താൽ മതി. ഇപ്പൊ തന്നെ ചെയ്യണം. ജോയലെ എല്ലാവരും എഴുതി കഴിഞ്ഞില്ലേ? ഓക്കെ. തോഷിൻ എന്താ പറ്റിയവനെ? തോഷിൻ 5 വേർഡ്സ് ഉള്ളി. എഡ്വിന് 4ാമത്തെ കിട്ടിയില്ലേ മോനെ? കിട്ടി. ഓക്കെ, ഈസി അല്ലേ? ഇന്നത്തെ വർക്കൊക്കെ എന്താ? നമ്മുടെ ഇനി 6 മിനിറ്റേ ഉള്ളൂ. എന്താ തോഷിൻ? തോഷിൻ വാട്ട് ഈസ് യുവർ പ്രോബ്ലം? തോഷിൻ ടീച്ചറിന്റെ
വാട്സ്ആപ്പ് നമ്പർ അറിയത്തില്ല. മോനെ അത് നമ്മുടെ 3rd ക്ലാസ്സിന്റെ ഗ്രൂപ്പിൽ ടീച്ചർ ഉണ്ട്. അത് നോക്കി എടുത്താൽ മതി. എല്ലാ ക്ലാസ്സിന്റെ ഗ്രൂപ്പിലും ടീച്ചർ ഉണ്ട്. ടീച്ചറിനെ കാണും അതിൽ കേട്ടോ. ഓക്കെ, ഇത്രയും പേരുണ്ട്. ആരൊക്കെയാ ഞാൻ പറയാം. ആദിത്യ, ഫാത്തിമ, ഷഹ്മ, അലൻ, തോഷിൻ, എഡ്വിൻ, ഷഹ്മ, റിനു, മുഹമ്മദ് ഷാൻ, അലൻ മാത്യു, ജെവിൻ ജേക്കബ്, സന മൻസൂർ, ജൂലിയൻ, ജോയൽ ജോസഫ്, മുഹമ്മദ് സാഹിൽ, നിദ ഫാത്തിമ, സിദ്ധാന്ത്, ഫവാസ്, ഹസ്ന, അലൻ, ഏഞ്ചൽ റോസ്. ഇത്രയും പേരുണ്ട്. ഞാൻ എണ്ണി വെച്ചിട്ടുണ്ട് നിങ്ങളുടെ പേര്. ബെനീറ്റ, അവരൊക്കെ ഉണ്ട്. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ എല്ലാവരും പോസ്റ്റ് ചെയ്യണം കേട്ടോ. സാഹിൽ എന്താ മോനെ? സാഹിൽ ക്ലാസ് ഒന്നും ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടില്ല. അയ്യോ മോളെ, ഡിറ്റേഷൻ എഴുതിയോ? ഇല്ല. അയ്യോ കഷ്ടമായല്ലോ. ഏതൊക്കെ വേർഡ്സാന്നറിയോ? വൃക്ഷ്, നൃപ് എഴുതുന്നുണ്ടോ അവിടെ? എന്നിട്ട് പോസ്റ്റ് ചെയ്താൽ മതി ടീച്ചറിന്റെ വാട്സപ്പിലോട്ട്. ഗ്രൂപ്പിലല്ല, പേഴ്സണൽ വാട്സപ്പിലോട്ട്. ഏതൊക്കെ വാക്കാ? വൃക്ഷ്, നൃപ്, ഋഷി, ഗൃഹ്, മൃഗ്. ഇത്രയും വേർഡ്സ് ആയിരുന്നു കേട്ടോ. എഴുതുന്നുണ്ടോ സാഹില്? ഇന്നത്തെ വർക്ക് എന്തൊക്കെയായിരുന്നു? സെക്കൻഡ് പാഠത്തില് എന്തൊക്കെയാ എഡ്വിനെ? ആരാ പറയാ? എഡ്വിൻ ആണോ ജൂലിയറ്റ് ആണോ പറയുന്നത്? ആര് പറയാം? എഡ്വിൻ പറഞ്ഞോ. എഡ്വിൻ പറഞ്ഞേ, ഇന്നത്തെ വർക്ക് എന്തൊക്കെയായിരുന്നു? only 4 minutes. സെക്കൻഡ് പാഠത്തില് fill in the blanks നോട്ട് ബുക്കിലോട്ട് പകർത്തി എഴുതണം. പിന്നെ ലാസ്റ്റ് join letters to word. അതും എഴുതണം. അത് കറക്റ്റ് ചെയ്ത് നിങ്ങൾ എഴുതണം, കണ്ടുപിടിച്ച് എഴുതണം. പിന്നെയോ മൂന്നാമത്തെ പാഠത്തില് എന്റെ ചിഹ്നം ചേർത്തുള്ള വേർഡ്സ് എഴുതാൻ പറഞ്ഞു അല്ലേ? അതെ, അതെല്ലാം എഴുതണം. ലൈൻ വരച്ച് നല്ല വൃത്തിയായിട്ട് എഴുതണം കേട്ടോ. പിന്നെ ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളതുപോലെ എഴുതിക്കോ, കുഴപ്പമില്ല. പിന്നെ എന്ത് പറഞ്ഞു? കഴിഞ്ഞോ? പറഞ്ഞില്ല? ഓക്കെ. അപ്പൊ അടുത്ത ദിവസം വരുമ്പം താഴെ 5 times read എന്ന് എഴുതിക്കോ. ഇവിടെ പഠന അഭ്യാസം എന്നുള്ളത് 5 പ്രാവശ്യം വായിക്കണം. പഠന അഭ്യാസം എന്നുള്ളത് വായിച്ച് പഠിക്കണം കേട്ടോ. വായിക്കാൻ പഠിച്ചാൽ മതി. നമ്മുടെ ക്ലാസ് ഇന്ന് ഇത്രേ ഉള്ളൂ. ഇത് കണ്ടോ? ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും കണ്ടോ? 3 മിനിറ്റ്. ഇത് കണ്ടോ? നിങ്ങൾ ഇത് ചെയ്ത് ഹോംവർക്ക് ചെയ്ത് തരുമോ? പോസ്റ്റ് ചെയ്യുവോ? ഓക്കെ, ചെയ്തോ? ഓക്കെ. എന്താ? സേബ്, ജേബ്, പേട്, മേഘ്, തേൽ, മേജ്, റേൽ, ഖേഡ് എന്നാണോ അത്? കണ്ടുപിടിച്ചത് കഴിഞ്ഞ വർഷത്തെ ബുക്കിലൊക്കെ ഉണ്ട് ഇത്. ടീച്ചർ എന്റെ കഴിഞ്ഞ വർഷത്തെ ബുക്കില്ലേ ഇവിടെ? ഇല്ലേ? സാരമില്ല, എഴുതട്ടോ. മിസ് തിരുത്തി തരാം തെറ്റാണെങ്കില്. ടീച്ചർ ഇവിടെ ഇത് രണ്ടെണ്ണോ? ഏത് രണ്ടെണ്ണോ? ഇതും പറഞ്ഞു തരാം. തേൽ, ഓയിലിന് തേൽ എന്നാ പറയാ, എണ്ണ. തേൽ, തേൽ ഇത് കുടവാണ് കാണുന്നത് അല്ലെ? പോട്ട്. തേൽ, തേൽ, ലായാണ് ഇൽ, തേൽ, എണ്ണ. ഈ ലാസ്റ്റ് ഇതിന്റെ വേർഡ് ഖേഡ് എന്നാണ്. ഓക്കെ. മുഹമ്മദ് സാഹിൽ. ഓക്കെ. എല്ലാവരും ചെയ്യണം കേട്ടോ. ഹോംവർക്ക് ചെയ്തിടുക. ടീച്ചർ ഇപ്പൊ തന്നെ ഇപ്പൊ തന്നെ പോസ്റ്റ് ചെയ്തോ. അമ്മയോട് ഒന്ന് നോക്കാൻ പറയണം കേട്ടോ. ഇല്ലെങ്കിൽ കുഴപ്പമില്ല. നിങ്ങൾക്ക് എന്താ സ്റ്റാർ ആണോ വേണ്ടത്? എന്താ വേണ്ടത്? ട്രോഫി ആണോ വേണ്ടത്? സ്റ്റാർ ആണോ? ഓക്കെ. ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടോ? ഓക്കെ, ബൈ. ട്രോഫി മതി. ജൂലിയറ്റിന് ട്രോഫി മതി. നോക്കാം നമുക്ക്. ഓക്കെ, നമ്മുടെ സമയം തീരാൻ പോവാണ്. ബൈ. See you. ചെയ്യണം കേട്ടോ, വർക്കൊക്കെ ചെയ്യണം.
ഓക്കെ ബൈ.